ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ മഴ കാണുമ്പോൾ മോർണിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? ഞാനങ്ങനെ നെല്ലിക്കയും കഴിച്ച് ജനലിലൂടെ കുറേ സമയം മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് കേട്ടോ. ഐറ ഒന്ന് ഉറങ്ങി എണീറ്റിരിക്കുവാണേ. രാവിലെ പുറത്തു പോയപ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. മുഖത്തിൽ 100 വോൾട്ട്. ഐറ ഇപ്പോൾ എഴുന്നേൽക്കുന്നതേ ഐസ്ക്രീം എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ എപ്പോഴും ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല കേട്ടോ, പല്ലെല്ലാം മോശമാവൂലേ. അങ്ങനെ ഇടയ്ക്കൊക്കെ എന്നോ മേടിച്ചു കൊടുക്കലുണ്ട്. അങ്ങനെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. മഴ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച കോൺ ഉണ്ടായിരുന്നേ. 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം പച്ചയ്ക്ക് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം അങ്ങനെ ചായക്ക് പുഴുങ്ങാമെന്ന് കരുതി. എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. കോൺ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴുകി. 2 ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഴംപൊരി കൂടെ ഉണ്ടാക്കാമെന്ന് കരുതിയേ. അങ്ങനെ അതിനുള്ള കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ചായയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കി. പഴംപൊരിക്കുള്ള മാവിൽ കുറച്ച് മൈദയും കുറച്ച് കടൽമാവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവസാനം മാവ് മാത്രമായിട്ട് എണ്ണയിലൊഴിച്ച് കുറച്ചുണ്ടാക്കും കേട്ടോ. അത് ഇറക്കി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. 4 വിസിൽ വന്നപ്പോഴത്തേക്കും കോൺ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ സ്നാക്സ് ഒക്കെ കുറച്ച് ഹെവി ആണെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ലേ. ഞാൻ 2 പഴംപൊരിയും കഴിച്ചു, ശേഷം കോണും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഐറയുടെ അടുത്ത് സമാധാനത്തിൽ കുറച്ച് സമയം ഇരുന്ന് അവളങ്ങനെ കളിപ്പിച്ച് ഒരു പകുതി പഴംപൊരി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും പുറത്ത് നല്ല മഴയാട്ടോ. അങ്ങനെ കുറച്ച് സമയം സിറ്റൗട്ടിൽ ചെയറൊക്കെ ഇട്ട് പോയി കണ്ണും നട്ട് അങ്ങനെ മഴയത്ത് നോക്കിയിരിപ്പുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഐറയുടെ കളിയൊക്കെ കഴിഞ്ഞ് ടോയ്സ് എല്ലാം നിലത്താണേ. പിന്നെ അവസാനം ഉറങ്ങാറാവുമ്പോൾ എല്ലാം ഒതുക്കലൊരു പണിയാണ്. ഒരു സൈഡിൽ നിന്ന് ഫുള്ള് ഇങ്ങനെ നീറ്റാക്കാൻ തുടങ്ങി. ഐറയുടെ കുഞ്ഞു ടോയ്സ് എല്ലാം ഈ ബക്കറ്റിലാണ് കേട്ടോ വാരി വെക്കുന്നത്. അവൾക്ക് ഒരു മൂഡ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ എടുത്ത് ഒറ്റ കമഴ്ത്തി തട്ടലാണ്. എല്ലാം പറക്കി ഒതുക്കാനും എൻ്റെ കൂടെ കൂടാറുണ്ട് കേട്ടോ. എല്ലാം പറക്കി ഒതുക്കി വെക്കുമ്പോഴത്തേക്കും ഇടയിൽ കൂടെ വന്ന് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അടുത്തും. ഞാനിങ്ങനെ എല്ലാ ടോയ്സും പറക്കി ഒതുക്കി വെക്കും, അവൾ വീണ്ടും എടുത്ത് കമഴ്ത്തി തട്ടും. ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത്. പിന്നെ രാത്രി ഉറങ്ങാറാവുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാം വാരി ഒതുക്കലാണ്. അങ്ങനെ ടോയ്സൊക്കെ മുഴുവൻ വാരി ഒതുക്കി റൂമെല്ലാം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും സമയം രാത്രി 10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഐറയ്ക്കും ചോറ് കൊടുക്കാൻ കുറച്ച് ശ്രമിച്ചു കേട്ടോ, പക്ഷെ ആൾ കഴിച്ചിട്ടുണ്ടായില്ല. ഐറയുടെ ഫേവറേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഈ മോൾഡ്. ടോയ്സ് എല്ലാം പറക്കി ഒതുക്കിയതുകൊണ്ട് തന്നെ അടുത്ത സാധനം കൊണ്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയിട്ട് കിച്ചണെല്ലാം ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് കുറച്ച് കൂടുതൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി ഓരോ പാത്രങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലമുണ്ട് കേട്ടോ. അതങ്ങനെ വെച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എന്തെങ്കിലുമൊക്കെ സ്ഥലം മാറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് അങ്ങനെ വെക്കുന്നവരെ എനിക്കൊരു സമാധാനക്കേടാണ്. ശേഷം ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ദോശയുണ്ടായിരുന്നു, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.